നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അലാറവും ഇല്ലാതെ, ഒരു ശബ്ദവും ഇല്ലാതെ, അർദ്ധരാത്രി കഴിഞ്ഞ് അതിരാവിലെ കൃത്യം 3 മണി മുതൽ 5 മണി വരെ പെട്ടെന്ന് ഉണർന്നിട്ടുണ്ടോ? അങ്ങനെ ഉണരുമ്പോൾ എന്തോ ഒന്ന് നിങ്ങളെ ഉണർത്തിയതുപോലെ തോന്നിയിട്ടുണ്ടോ? വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറക്കം വരാതെ വിഷമിച്ചിട്ടുണ്ടോ? പലരും ഇതിനെ സാധാരണ ഉറക്കമില്ലായ്മ എന്നോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നോ കരുതുന്നു. എന്നാൽ സത്യം അതല്ല. രാവിലെ 3 മണി മുതൽ 5 മണി വരെ നിങ്ങൾ ഉണരുന്നത് ഒരു സാധാരണ കാര്യമല്ല. അതെ, അത് പ്രപഞ്ചം നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ഈ വീഡിയോയിൽ ആ അതിരാവിലെ സമയത്ത് നമ്മുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും എന്തെല്ലാം മായകൾ സംഭവിക്കുന്നു, നമ്മുടെ ആത്മാവ് എങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നു, മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്ന നെറ്റിയിലെ കണ്ണ് എങ്ങനെ ഉണരുന്നു എന്ന മഹത്തായ രഹസ്യം വളരെ ആഴത്തിൽ നമ്മൾ കാണാൻ പോകുന്നു. വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രഹസ്യം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കാം. രാത്രിയുടെ ഇരുട്ട് പൂർണ്ണമായി മാറും മുൻപ് പ്രഭാതത്തിന്റെ നേർത്ത പ്രകാശരശ്മി ഭൂമിയെ തൊടുന്നതിന് മുൻപുള്ള ആ അതിരാവിലെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം ശാസ്ത്രവും ആത്മീയതയും ഒന്നായി കൈകോർക്കുന്ന ഒരു അത്ഭുത നിമിഷമാണ്. ലോകം മുഴുവൻ ഗാഢനിദ്രയിൽ ആണ്ടിരിക്കുന്ന ആ നിശബ്ദമായ വേളയിൽ പ്രകൃതിയുടെ മടിയിൽ ഒരു മഹാത്ഭുതം ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തെ നമുക്ക് സാധാരണയായി കടന്നുപോകാൻ കഴിയില്ല. ഈ സമയത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ ശാസ്ത്രീയ വീക്ഷണത്തിലും ആത്മീയ കാഴ്ചപ്പാടിലും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഒന്നാമതായി, ശാസ്ത്രീയമായി ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലും തലച്ചോറിലും എന്തെല്ലാം സൂക്ഷ്മമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നോക്കാം. മനുഷ്യന്റെ തലച്ചോറിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ കടലയുടെ വലുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കോണിന്റെ ആകൃതിയിലോ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെയാണ് പുരാതന പണ്ഡിതന്മാരും ആധുനിക ഡോക്ടർമാരും മനുഷ്യ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവമായി കണക്കാക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉറക്ക ചക്രത്തെയും ഉണർവ് അവസ്ഥയെയും കൃത്യമായി നിയന്ത്രിക്കുന്ന ജൈവ ഘടികാരമായി പ്രവർത്തിക്കുന്നു. മനുഷ്യൻ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം, ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ എപ്പോൾ വിശ്രമിക്കണം എന്ന് തീരുമാനിക്കുന്ന തലച്ചോറിന്റെ പ്രധാന നിയന്ത്രണ മുറി ഇതാണ്. കൃത്യം പുലർച്ചെ 3 മണിയോടെ നമ്മുടെ ശരീരത്തെ ശാന്തമാക്കി ഉറക്കത്തെ നിലനിർത്തുന്ന ആ പ്രത്യേക രാസവസ്തു അതിന്റെ ഉൽപാദനത്തിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്നു. ദിവസം മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച് ശരീരത്തെയും ചിന്തകളാൽ നിറഞ്ഞ് മനസ്സിനെയും പൂർണ്ണമായി പുനഃക്രമീകരിക്കുന്ന പ്രവർത്തനം ഈ രാസവസ്തു പൂർത്തിയാക്കുന്നു. ശരീരം സ്വയം സുഖപ്പെടുത്തുന്ന മഹത്തായ ചികിത്സാ പ്രവർത്തനം ഈ സമയത്താണ് ഏറ്റവും തീവ്രമായി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താപനില അല്പം കുറയുകയും ശ്വാസം വളരെ ക്രമമായും ആഴത്തിലും മാറുകയും ചെയ്യുന്നു. തലച്ചോറിന്റെ തരംഗങ്ങൾ വളരെ വേഗത കുറഞ്ഞതും എന്നാൽ വളരെ വലിയ ഊർജം ഉള്ളതുമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. കൃത്യം അതേസമയം ഭൂമി മാതാവും പ്രകൃതി അമ്മയും ചേർന്ന് ഒരു പ്രത്യേകവും വളരെ സൂക്ഷ്മവുമായ ഒരു തരംഗത്തെ ഈ ലോകമെമ്പാടും വ്യാപരിപ്പിക്കുന്നു. മൊത്തം പ്രപഞ്ചവും ഒരുതരം ശാന്തമായ ധ്യാന അവസ്ഥയിലേക്ക് പോകുന്നു. വായുവിൽ ശുദ്ധമായ പ്രാണവായു പൂർണ്ണമായി നിറഞ്ഞിരിക്കും. വാഹനങ്ങളുടെ പുകയോ യന്ത്രങ്ങളുടെ ശബ്ദങ്ങളോ ഇല്ലാത്ത ആ സമയത്ത് പ്രകൃതിയുടെ നാദം വളരെ വ്യക്തമായി മുഴങ്ങാൻ തുടങ്ങുന്നു. ഈ സൂക്ഷ്മമായ തരംഗങ്ങൾ നേരിട്ട് നമ്മുടെ തലച്ചോറിലെ ആ ചെറിയ പൈനൽ ഗ്രന്ഥിയുമായി യാതൊരു തടസ്സവുമില്ലാതെ ബന്ധപ്പെടുന്നു. ഒരു റേഡിയോ ഒരു പ്രത്യേക തരംഗത്തെ ആഗിരണം ചെയ്ത് സംഗീതമാക്കി മാറ്റുന്നതുപോലെ നമ്മുടെ തലച്ചോറും പ്രകൃതിയുടെ ആ ശാന്തമായ തരംഗത്തെ ആഗിരണം ചെയ്യാൻ തുടങ്ങുന്നു. ശാസ്ത്രം പറയുന്ന ഈ മഹത്തായ സത്യത്തെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സിദ്ധന്മാരും ജ്ഞാനികളും മുനിമാരും അവരുടെ ആത്മീയ കാഴ്ചപ്പാടിൽ കൃത്യമായി കണ്ടെത്തി അതിന് ബ്രഹ്മമുഹൂർത്തം എന്ന് പേരിട്ടത്. ബ്രഹ്മാവ് എന്നത് സൃഷ്ടിയുടെ അടയാളമാണ്. ഒരു പുതിയ ദിവസം, പുതിയ പ്രതീക്ഷ, പുതിയ ഊർജം സൃഷ്ടിക്കപ്പെടുന്ന സമയമാണ് ഈ അതിരാവിലെ. രാത്രിയുടെ ഇരുളും പകലിന്റെ വെളിച്ചവും സന്ധിക്കുന്ന ഈ സമയത്തെ ദൈവത്തിന്റെ സമയമായിട്ടാണ് അവർ കണ്ടത്. ഈ ശുഭവേളയിൽ മൊത്തം സൃഷ്ടിപരമായ കഴിവുകൾ ഉണർന്ന് പുതിയ ലോകം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസമാണ്. പ്രപഞ്ചത്തിന്റെ അനന്തമായ വിശാലതയിൽ നിന്ന് അളക്കാനാവാത്ത മഹത്തായ ദൈവിക ശക്തി ഭൂമിയിലേക്ക് നേരിട്ടും പൂർണ്ണമായും ഒഴുകിയെത്തുന്ന സമയമാണിത് എന്ന് സിദ്ധന്മാർ തങ്ങളുടെ ഓൽച്ചുവടികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്താലും മറ്റ് ലൗകിക ശബ്ദങ്ങളാലും മനുഷ്യരുടെ ചിന്ത തരംഗങ്ങളാലും ചിതറിക്കപ്പെടുന്ന ഈ പ്രപഞ്ച
ഊർജം പുലർച്ചെ 3 മുതൽ 5 മണി വരെയുള്ള സമയത്ത് യാതൊരു തടസ്സവുമില്ലാതെ വളരെ ശുദ്ധമായി ഭൂമിയിലെത്തുന്നു. ആ ഊർജം വലിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് സിദ്ധന്മാർ ഈ സമയത്ത് ഉണർന്ന് ധ്യാനത്തിലും യോഗയിലും ഏർപ്പെട്ടത്. ആ സമയത്ത് നാം ശ്വസിക്കുന്ന ഓരോ ശ്വാസവും വെറും വായുവല്ല, അത് നമ്മളിൽ ഉയിർപ്പിനെ വിതയ്ക്കുന്ന പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള ഊർജമാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തിലേക്ക് വരാം. സാധാരണയായി നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്ന യുക്തിപരമായ മനസ്സ് തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. 1000 ചോദ്യങ്ങൾ, ചിന്തകൾ, സംശയങ്ങൾ, ആശങ്കകൾ എന്നിങ്ങനെ അത് ഒരു ചലിക്കുന്ന ജലപ്പരപ്പ് പോലെ അലഞ്ഞുതിരിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പുലർച്ചെ 3 മണിക്ക് ലോകം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ യുക്തിപരമായ മനസ്സ് ഒരു ചലനവുമില്ലാതെ ശാന്തമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന മഹത്തായ ശക്തിയുള്ള നിധിശേഖരം പൂർണ്ണമായി തുറക്കപ്പെടുന്നു. ഒരു തടസ്സങ്ങളുമില്ലാത്ത, ഒരു കലങ്കവുമില്ലാത്ത ഒരു ശുദ്ധമായ കണ്ണാടി പോലെ ഉപബോധ മനസ്സ് പ്രപഞ്ചത്തെ നോക്കി കാത്തിരിക്കും. ഈ സമയത്ത് നിങ്ങൾ വിത്തായി വിതയ്ക്കുന്ന ഏതൊരു ചിന്തയും വളരെ വേഗത്തിൽ ഒരു വൃക്ഷമായി വളരാനുള്ള കഴിവ് നേടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. ദിവസവും നിങ്ങൾ ക്ലോക്കിൽ അലാറം വെച്ച് നിങ്ങളുടെ ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുന്നത് വേറെയാണ്. എന്നാൽ യാതൊരു ബാഹ്യ പ്രേരണയുമില്ലാതെ നിങ്ങൾ അറിയാതെ തന്നെ ദിവസവും കൃത്യമായി ഈ പുലർച്ചെ 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ നിങ്ങളുടെ കണ്ണുകൾ താനെ തുറക്കുന്നുവെങ്കിൽ അത് ഒരു സാധാരണ സംഭവമല്ല. നിങ്ങളുടെ ബോധമനസ്സും ഉപബോധമനസ്സും പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തിയെ ഉൾക്കൊള്ളാൻ തയ്യാറായിക്കഴിഞ്ഞു എന്ന് അർത്ഥം. ഇത് ഏതോ യാദൃശ്ചികമായി ശാരീരിക മാറ്റത്താൽ നടക്കുന്ന സംഭവമല്ല. ഇത് ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു ആഴത്തിലുള്ള ഉണർവ് അവസ്ഥയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ആദ്യ സൂചനയാണിത്. പ്രപഞ്ചം നിങ്ങളോട് എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നു. നിങ്ങളെ ഒരു പ്രത്യേക ഉന്നത കാര്യത്തിനായി, ഒരു വലിയ ലക്ഷ്യത്തിനായി തട്ടിയുണർത്തി തയ്യാറാക്കുന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി അമ്മ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് ഉണർത്തുന്നുവെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അതിർവരമ്പുകൾ പ്രപഞ്ചത്തിന്റെ അതിർവരമ്പുകളുമായി ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നതിന്റെ ആഴത്തിലുള്ള അർത്ഥമാണിത്. ഈ വിളി മനസ്സിലാക്കി ആ സമയത്ത് വീണ്ടും ഉറങ്ങാൻ പോകാതെ എഴുന്നേറ്റ് ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിച്ച് നിങ്ങളുടെ ഉയർന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ചം നിങ്ങൾക്കായുള്ള പാത ഒരുക്കിത്തരും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത അളവിൽ വലിയൊരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. നമ്മുടെ ഈ വീഡിയോയുടെ മുഖചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാവുന്ന ആ ആഴത്തിലുള്ള പ്രതീകത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ വളരെ വിശദമായി സംസാരിക്കാൻ പോകുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പ്രകാശത്താലുള്ള മറ്റൊരു ശരീരം മെല്ലെ വേർപെട്ട് മുകളിലേക്ക് ഒഴുകി നീങ്ങുന്നത് പോലെയുള്ള ആ ചിത്രീകരണം വെറും ഭാവനയ്ക്കായി വരച്ച ചിത്രമല്ല. ഇത് മനുഷ്യകുലം ആയിരക്കണക്കിന് വർഷങ്ങളായി അറിഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രപഞ്ച രഹസ്യമാണ്. നമ്മുടെ സിദ്ധന്മാരും യോഗികളും ജ്ഞാനികളും ഇതിനെ സൂക്ഷ്മ ശരീരയാത്ര എന്ന് തങ്ങളുടെ ഓൽച്ചുവടികളിൽ വളരെ വ്യക്തമായും ആഴത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് ഗാഠനിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ നമ്മുടെ ഈ മാംസളമായ ഭൗതിക ശരീരം മാത്രമാണ് വിശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ അനന്തമായ ആത്മാവ് ഒരിക്കലും ഉറങ്ങുന്നില്ല. പകൽ മുഴുവൻ ഈ മാംസ ശരീരവുമായി വളരെ ഇറുകി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ആന്തരിക ഊർജം രാത്രിയുടെ ആഴത്തിലുള്ള ശാന്തതയിൽ അതിന്റെ ബന്ധനം അല്പം അയക്കുന്നു. ഒരു പക്ഷിക്കൂട്ടിൽ നിന്ന് വാതിൽ തുറന്നയുടൻ പുറത്തു വന്ന് ആകാശത്ത് പറക്കുന്നത് പോലെ നമ്മുടെ ആ പ്രകാശ ശരീരം ഈ ഭൗതിക ശരീരത്തെ വിട്ട് പതിയെ പുറത്തേക്ക് വന്ന് അതിരുകളില്ലാത്ത പ്രപഞ്ച വിശാലതയിൽ വളരെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഈ യാത്ര എല്ലാ സമയങ്ങളിലും എല്ലാവർക്കും പൂർണ്ണമായി സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ചും അതിരാവിലെ 3 മണി മുതൽ 4 മണി വരെയുള്ള പ്രത്യേക സമയത്താണ് ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നത്. അതിന് കാരണം എന്തെന്നാൽ ആ അതിരാവിലെ വേളയിൽ ഈ ലോകത്തിലെ മിക്കവാറും എല്ലാ ജീവികളും ഗാഠനിദ്രയിലായിരിക്കും. പകൽ സമയങ്ങളിൽ മനുഷ്യരുടെ അടങ്ങാത്ത ചിന്തകളും ആഗ്രഹങ്ങളും കോപങ്ങളും ഉത്കണ്ഠകളും സൃഷ്ടിക്കുന്ന കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മാനസിക അതിർവരമ്പുകൾ ആ സമയത്ത് പൂർണ്ണമായും അടങ്ങിയിരിക്കും. ഭൂമിയുടെ മൊത്തത്തിലുള്ള അതിർവരമ്പുകളും ഒരുവിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ, ഒരു ചലനവും ഇല്ലാതെ വളരെ വളരെ ശാന്തമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കും. തിരകളില്ലാത്ത തെളിഞ്ഞ ജലപ്പരപ്പ് പോലെ ഭൂമി ശാന്തമായിരിക്കും. ഈ തടസ്സമില്ലാത്ത
ശാന്തമായ അന്തരീക്ഷമാണ് നിങ്ങളുടെ സൂക്ഷ്മ ശരീരം പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള ശരിയായ പാത ഒരുക്കുന്നത്. ഈ പരിശുദ്ധമായ സമയത്ത് നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ഭൂമിയുടെ ആകർഷണ പരിധി കടന്ന് പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉയർന്ന മാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ശരീരം എന്ന ഭാരം ഇല്ലാത്തതുകൊണ്ട് കാലവും ദൂരവും ആ പ്രകാശ ശരീരത്തെ നിയന്ത്രിക്കുന്നില്ല. അവിടെ സാധാരണ മനുഷ്യബുദ്ധിക്ക് അതീതമായ പല രഹസ്യങ്ങളെയും അത് കാണുന്നു. വരാനിരിക്കുന്ന സംഭവങ്ങൾക്കുള്ള മുന്നറിയിപ്പുകൾ, നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഗൂഢാലോചനകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതപാതയ്ക്കുള്ള ഏറ്റവും ശരിയായ മാർഗനിർദ്ദേശങ്ങൾ അത് പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് ഉൾക്കൊള്ളുന്നു. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ആ ഉയർന്ന മാനങ്ങളിൽ നിങ്ങളുടെ ആത്മാവിന് വെളിപ്പെടുത്തപ്പെടുന്നു. പ്രപഞ്ചത്തിലെ മഹത്തായ ശക്തികളിൽ നിന്ന് ലഭിക്കുന്ന ആ അമൂല്യമായ സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് താഴേക്ക് ഇറങ്ങിവരുന്നു. പ്രപഞ്ചത്തിൽ പല പ്രകാശ വർഷങ്ങൾ ദൂരം സഞ്ചരിച്ച നിങ്ങളുടെ സൂക്ഷ്മ ശരീരം വീണ്ടും നിങ്ങളുടെ ഭൗതിക ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കൃത്യമായ നിമിഷത്തിലാണ് നിങ്ങൾക്ക് ആ പെട്ടെന്നുള്ള ഉണർവ് ഉണ്ടാകുന്നത്. ഇത് എങ്ങനെയായിരിക്കുമെന്നാൽ, വളരെ വേഗത്തിൽ ഓടിവരുന്ന ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നത് പോലെ അധിക കമ്പനങ്ങളിലായിരുന്ന ഒരു ശക്തി കുറഞ്ഞ കമ്പനങ്ങളുള്ള ഭൗതിക ശരീരവുമായി പെട്ടെന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതമാണത്. പല രാത്രികളിലും വളരെ ഉയരമുള്ള മലയിൽ നിന്ന് താഴെ വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ ആരോ നിങ്ങളെ തട്ടി ഉണർത്തുന്നത് പോലെയോ തോന്നി നിങ്ങൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടാകും. നിങ്ങളുടെ കണ്ണുകൾ തുറന്നയുടൻ എന്തോ ഒരു വലിയ വ്യക്തമായ എന്നാൽ വിചിത്രമായ സ്വപ്നം കണ്ട് ഉണർന്നത് പോലെ നിങ്ങളുടെ മനസ്സിന് തോന്നും. ചില സമയങ്ങളിൽ ആ സ്വപ്നത്തിലെ കാഴ്ചകൾ പോലും നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. എന്നാൽ സത്യം പറഞ്ഞാൽ അതൊരു സ്വപ്നമല്ല. നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കായി നേരിട്ട് ലഭിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട രഹസ്യ സന്ദേശമാണ്. ആ സന്ദേശം മനസ്സിലാക്കാനുള്ള പക്വതയും അവബോധവും നാം വളർത്തിയെടുത്താൽ നമ്മുടെ ജീവിതത്തിലെ പല കഠിനമായ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ആ അതിരാവിലെ ഉണർവിൽ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് വരുന്ന ഉണർവിനെ സാധാരണമായി കണ്ട് വീണ്ടും ഉറങ്ങി പോകാതെ അതിനെ ഒരു വലിയ അനുഗ്രഹമായി കാണണം. നമ്മുടെ ഈ വീഡിയോയുടെ മുഖചിത്രം കണ്ടപ്പോൾ മനുഷ്യന്റെ രണ്ട് പുരികങ്ങൾക്കിടയിൽ നിന്ന് ഒരു വലിയ നീലനിറമുള്ള അല്ലെങ്കിൽ വയലറ്റ് നിറമുള്ള പ്രകാശരശ്മി ശോഭയോടെ പ്രസരിക്കുന്നത് നിങ്ങൾ ആഴത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ സാധാരണയായി സൃഷ്ടിച്ച ഒരു വെറും വരയല്ല, മറിച്ച് അത് ഓരോ മനുഷ്യ ശരീരത്തിനുള്ളിലും ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മഹത്തായ അളവറ്റ നിധിയുടെ അടയാളമാണ്. നമ്മുടെ സിദ്ധന്മാരും മഹായോഗികളും ആയിരക്കണക്കിന് വർഷങ്ങളായി പരിപാലിച്ച് ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആജ്ഞാചക്രം അല്ലെങ്കിൽ നെറ്റിക്കണ്ണ് എന്ന് വിളിക്കപ്പെടുന്ന ജ്ഞാനക്കണ്ണാണ് ആ പ്രകാശമുള്ള വെളിച്ചം. നമ്മുടെ ഈ മുഖത്തുള്ള രണ്ട് കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിന്റെ ബാഹ്യമായ രൂപങ്ങളെയും അതിലുള്ള മായകളെയും മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ഈ മൂന്നാം കണ്ണ് ഉണർന്ന് തുറക്കുമ്പോഴാണ് മൊത്തം പ്രപഞ്ചത്തിന്റെ ആഴത്തിലുള്ള സത്യങ്ങളെയും സാധാരണ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് എത്താത്ത പല സൂക്ഷ്മമായ രഹസ്യങ്ങളെയും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവപെരുമാനിൻ നെറ്റിക്കണ്ണ് ഉണ്ടെന്ന് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം അദ്ദേഹത്തിൽ വസിക്കുന്ന ആ അതിരുകളില്ലാത്ത അതുല്യമായ മഹാബോധാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മഹത്തായ നെറ്റിക്കണ്ണിനും ബോധോദയത്തിനും പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള ആ ശാന്തമായ സമയത്തിനും വേർപെടുത്താനാവാത്ത വളരെ അടുത്തതും ആഴത്തിലുള്ളതുമായ ബന്ധമുണ്ട്. പകൽ സമയങ്ങളിൽ നമ്മുടെ യുക്തിപരമായ മനസ്സ് 1000 മായ ചിന്തകളിൽ ചിതറിക്കിടക്കുന്നു. ലോകത്തിന്റെ ബഹളങ്ങളും അലട്ടലുകളും നമ്മുടെ സ്വന്തം ആശങ്കകളും ആ ജ്ഞാനക്കണ്ണിനെ ഒരു കട്ടിയുള്ള ഇരുണ്ട തിരശ്ശീലയിട്ട് പൂർണ്ണമായി മൂടിയിടുന്നു. എന്നാൽ പുലർച്ചെ വേളയിൽ രാത്രിയുടെ ഇരുൾ നീങ്ങി പ്രഭാതം ഉദിക്കുന്നതിന് മുമ്പുള്ള ആ നിമിഷത്തിൽ നിങ്ങളുടെ ശരീരവും മനസ്സും വളരെ ഉയർന്ന ഒരു ശാന്തമായ അതിർവരമ്പിൽ ഒന്നിക്കുന്നു. കൃത്യമായി ആ 3 മുതൽ 5 മണി വരെയുള്ള സമയത്താണ് നിങ്ങൾക്കുള്ളിലും ആ അത്ഭുത പ്രകാശം സ്വാഭാവികമായി ഉണർത്തപ്പെടുന്നത്. നേരം പുലരുന്നതിനു മുമ്പുള്ള ആ വലിയ നിശബ്ദതയിൽ ലോകത്തിന്റെ ഒരു ഇടപെടലുകളും ഇല്ലാത്തപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ നിന്ന് അല്പം എഴുന്നേറ്റിരുന്ന് നിങ്ങളുടെ നട്ടെൽ നേരെയാക്കി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളുടെ ശ്വാസം മാത്രം ശ്രദ്ധിച്ച് ശാന്തമായി ധ്യാനത്തിൽ ഏർപ്പെട്ടാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ നെറ്റിയിൽ ഒരു നേരിയ സ്പന്ദനമോ അല്ലെങ്കിൽ ഒരു തരം ചൂടോ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. അതാണ് നിങ്ങൾക്കുള്ളിലെ ആജ്ഞാചക്രം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തെയും വളരെ
പ്രധാനപ്പെട്ടതുമായ അടയാളം. ആ ആജ്ഞാചക്രം ഉണർത്തപ്പെടുമ്പോൾ മനുഷ്യൻ ലഭിക്കുന്ന വളരെ ഉന്നതമായ വലിയ സമ്മാനമാണ് ഉൾക്കാഴ്ച. ഇതിനെ നമുക്ക് സൂക്ഷ്മമായ ബുദ്ധി അല്ലെങ്കിൽ ദീർഘവീക്ഷണം എന്നും വിശദീകരിക്കാം. കണക്കുകൂട്ടുന്ന മനസ്സിനെ കടന്ന് ഏതൊരു കഠിനമായ കാര്യത്തിന്റെയും ആഴത്തിലുള്ള സത്യത്തെ നിമിഷനേരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു ദിവ്യ ശബ്ദമാണത്. ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും പലവിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിൽ കുടുങ്ങി വലയും. ഏത് പാതയിൽ യാത്ര തുടരണം, ഏത് തീരുമാനം ശരിയായി എടുക്കണം എന്നറിയാതെ ഇരുണ്ട ഇരുട്ടിൽ നിൽക്കുന്നത് പോലെ കണ്ണീരോടെ അമ്പരക്കും. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം തേടി നിങ്ങൾ എവിടെയും അലയേണ്ടതില്ല, ആരോടും കെഞ്ചേണ്ടതില്ല. അതിരാവിലെ 3 മണിക്ക് തനിയെ നിങ്ങൾക്ക് ഉണർവ് വരും. ആ നിമിഷത്തിൽ ശാന്തമായി കണ്ണുകൾ അടച്ച് ഇരിക്കുക. നിങ്ങൾ പല മാസങ്ങളായി രാവും പകലും തേടിക്കൊണ്ടിരുന്ന പരിഹാരം ഒരു വലിയ മിന്നൽ പോലെ പെട്ടെന്ന് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉദിക്കും. ഇത് നിങ്ങൾ പല ദിവസങ്ങൾ ചിന്തിച്ച് താൽക്കാലികമായി എടുത്ത് തീരുമാനമായിരിക്കില്ല, മറിച്ച് ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ ചെവികളിൽ നേരിട്ട് വന്ന് വളരെ സൗമ്യമായി പറയുന്ന ഒരു അനുഗ്രഹമായി അത് ഇരിക്കും. നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതത്തെ തലകീഴായി മാറ്റാൻ കഴിയുന്ന പുതിയ ക്രിയാത്മക ചിന്തകൾ, തൊഴിലിൽ അതിവേഗം വളർച്ച നേടാൻ സഹായിക്കുന്ന സൂക്ഷ്മമായ ബിസിനസ് തന്ത്രങ്ങൾ, ആരുടെയും ഭാവനയിൽ പോലും എത്താത്ത അളവറ്റ് കലാപരമായ കഴിവുകൾ ഈ അതിരാവിലെ സമയത്ത് മാത്രമാണ് ഒരു മഹത്തായ വെള്ളച്ചാട്ടം പോലെ, ദേവാമൃതം പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള സാക്ഷികളെ നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയും കാണാൻ കഴിയും. ഇന്ന് ലോകം ഭരിക്കുന്ന മഹത്തായ വിജയികളെ ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തിലെ മികച്ച ബഹുരാഷ്ട്ര സാങ്കേതിക കമ്പനികൾ നടത്തുന്നവർ, ശാസ്ത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെഴുതിയ മഹത്തായ കണ്ടുപിടുത്തക്കാർ, കോടിക്കണക്കിന് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആഗോള വ്യവസായികൾ എന്നിങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുവായ ശീലം ഉള്ളതായി കാണാൻ കഴിയും. അവരെല്ലാവരും അതിരാവിലെ 4 മണിക്ക് ഉണരുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഒരു തപസ്സായി, ഒരു അലിഖിത നിയമമായി തന്നെ കൈക്കൊള്ളുന്നു. അവർ തങ്ങളുടെ ജോലിയുടെ കടമയ്ക്കായി ഉണരുന്നില്ല, മറിച്ച് ലോകം ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ അറിവിന്റെ കലവറയുമായി കാണാനാവാത്ത ഒരു വലിയ വിവരവിനിമയ ശൃംഖലയിലൂടെ തങ്ങളുടെ തലച്ചോറിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഇന്റർനെറ്റ് കണക്ഷൻ കാണാനാവാത്ത ഒരു തരംഗദൈർഘ്യത്തിലൂടെ വായുവിലൂടെ ലഭിക്കുന്നതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ ജ്ഞാനം മുഴുവൻ ആ അതിരാവിലെ സമയത്ത് നിങ്ങളുടെ തലച്ചോറുമായി യാതൊരു തടസ്സങ്ങളുമില്ലാതെ നേരിട്ട് ബന്ധിപ്പിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ധ്യാനാവസ്ഥയിൽ ചെയ്യുന്ന ഒരു ചെറിയ ചിന്ത പോലും പകൽ മുഴുവൻ നിങ്ങൾ ശരീരം വിയർത്ത് ചെയ്യുന്ന കഠിനാധ്വാനത്തേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ളതാണ്. നിങ്ങളുടെ ആജ്ഞാചക്രം ആ പ്രപഞ്ച ഊർജത്തെ ഉൾക്കൊള്ളുന്ന ഒരു ദിവ്യ അനുഭവമായി ആ സമയത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അതിരാവിലെ തുടർച്ചയായി ഉണരുന്ന ശീലമുള്ളവർ മറ്റ് സാധാരണ മനുഷ്യരെക്കാൾ ചിന്തയിലും പ്രവർത്തനത്തിലും എപ്പോഴും പല പടികൾ മുന്നിൽ നിൽക്കുന്നത്. അവർ തങ്ങളുടെ ജീവിതത്തിലെ ഒരു വെല്ലുവിളിയെയും കണ്ട് ഒരിക്കലും ഭയപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അവർക്കാവശ്യമുള്ള എല്ലാ ഉത്തരങ്ങളും മാർഗനിർദ്ദേശങ്ങളും പ്രകൃതി മാതാവ് എല്ലാ ദിവസവും അതിരാവിലെ അവരുടെ ഉള്ളുണർവിലൂടെ കൃത്യമായി നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി അതിരാവിലെ 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ ഒരു ശബ്ദവുമില്ലാതെ നിങ്ങൾക്ക് അറിയാതെ ഒരു ഉണർവ് വന്നാൽ അയ്യോ, ഉറക്കം നഷ്ടപ്പെട്ടല്ലോ എന്ന് സങ്കടപ്പെട്ട് വീണ്ടും പുതപ്പ് വലിച്ചിട്ട് ഉറങ്ങാൻ പോകരുത്. ആ പെട്ടെന്നുള്ള ഉണർവ് നിങ്ങളെ ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് ഒരു മഹത്തായ ഉയർന്ന ദൈവികമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഈ പ്രപഞ്ചം തേടിയെത്തി നിങ്ങൾക്ക് നൽകുന്ന നേരിട്ടുള്ള ക്ഷണക്കത്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക. ആ ക്ഷണം സ്വീകരിച്ച് ഉടൻ എഴുന്നേറ്റ് ഇരിക്കുക. ചുറ്റുമുള്ള നിശബ്ദതയും ശാന്തതയും ആഴത്തിൽ അനുഭവിക്കുക. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ 2 പുരികങ്ങൾക്കിടയിലുള്ള ആ നെറ്റിക്കണ്ണിൽ കേന്ദ്രീകരിക്കുക. ആ ഇരുട്ടിൽ നിങ്ങളെ ചുറ്റിയൊരു അതിരില്ലാത്തതും എന്നാൽ വളരെ മൃദുലവുമായ ദൈവിക ഊർജം നിങ്ങളെ ആലിംഗനം ചെയ്യുന്നത് കാണാം. നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതപാതയെ പൂർണ്ണമായി മാറ്റാൻ പോകുന്ന ആ പ്രപഞ്ചത്തിന്റെ രഹസ്യ ശബ്ദത്തിന് ചെവി കൊടുക്കാൻ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കുക. ആ സുവർണ പ്രഭാത് സമയം നിങ്ങൾ ശരിയായിട്ടും പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് തൊടാൻ കഴിയാത്ത ഉയരവും ഇല്ല, നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത വിജയവും ഇല്ല എന്ന് വളരെ വേഗം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ
വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ശരി, അതിരാവിലെ 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ എനിക്ക് തനിയെ ഉണർവ് വരുന്നു. പ്രകൃതിയുടെ ആ മൃദുലമായ വിളി ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണർന്നയുടൻ ആ അപൂർവ സമയം ഞാൻ എങ്ങനെ ശരിയായി ഉപയോഗിക്കും? അടുത്തതായി ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ ഉയർന്നിട്ടുണ്ടാകും. നമ്മുടെ ഈ യാത്രയുടെ പാതയിൽ പല ജീവിത സത്യങ്ങളെയും മനുഷ്യ മനസ്സിന്റെ വിസ്മയങ്ങളെയും നാം നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ അതിരാവിലെ സമയം എങ്ങനെ ഒരു ശക്തിയേറിയ ഉപകരണമാക്കി മാറ്റാമെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായും യാതൊരു മായാജാലങ്ങളോ അല്ലെങ്കിൽ സാങ്കല്പിക തന്ത്രങ്ങളോ ഇല്ലാതെ മുഴുവനായും സ്വാഭാവികവും മാനസികവുമായ സത്യങ്ങളോടൊപ്പം നാം കാണാൻ പോകുന്നു. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിബന്ധന ഉണർന്നയുടൻ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ തുറന്നയുടൻ കിടക്കയുടെ അടുത്തുള്ള നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിലുള്ള സോഷ്യൽ മീഡിയകൾ നോക്കുകയോ മറ്റുള്ളവരുടെ ജീവിതം സ്ക്രീനിൽ കാണുകയോ അല്ലെങ്കിൽ വാർത്തകൾ വായിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും ഏർപ്പെടരുത്. അങ്ങനെ ചെയ്താൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ആ മഹത്തായ സുവർണാവസരം നിങ്ങൾ സ്വന്തം കൈകളാൽ നശിപ്പിച്ച് കുഴിച്ചുമൂടുന്നതിന് തുല്യമാണ്. കാരണം ആ അതിരാവിലെ നിങ്ങളുടെ തലച്ചോറ് വളരെ സൂക്ഷ്മമായ സ്പന്ദനങ്ങളോടുകൂടിയ ഒരു ധ്യാനാവസ്ഥയിലായിരിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ വാതിൽ പൂർണ്ണമായി തുറന്നിരിക്കും. ആ സമയത്ത് മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന കൃത്രിമമായ വെളിച്ചവും അതിൽ നിങ്ങൾ കാണുന്ന അനാവശ്യ വിവരങ്ങളും നിങ്ങളുടെ ശുദ്ധമായ ഉപബോധ മനസ്സിലേക്ക് വിഷം പോലെ പടർന്ന് അന്നത്തെ ദിവസം മുഴുവനും എന്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ തന്നെ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആ യന്ത്രത്തെ നിങ്ങളിൽ നിന്ന് വളരെ ദൂരെ മാറ്റിവയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഉണർന്നയുടൻ മടി മാറ്റി കിടക്കയിൽ ചുരുണ്ട് കിടക്കാതെ ഉടൻ എഴുന്നേറ്റ് ഇരിക്കുക. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രകൃതിയും നിങ്ങളും തമ്മിലുള്ള ആ നേരിട്ടുള്ള ഊർജ കൈമാറ്റം നിവർന്നിരിക്കുന്ന നട്ടെല്ലിലൂടെ വളരെ സുഗമമായി നടക്കും. ശാന്തമായി ചമ്രം പടിഞ്ഞിരുന്ന ശേഷം അടുത്ത് വെച്ചിരിക്കുന്ന തണുത്തതോ മിതമായ ചൂടുള്ളതോ ആയ ഒരു ഗ്ലാസ് വെള്ളം നിധാനത്തിൽ കുടിക്കുക. രാത്രി മുഴുവൻ പ്രവർത്തനരഹിതമായി വിശ്രമത്തിലായിരുന്ന നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരു മൃദുലമായ ഊർജം നൽകി ഉണർത്തുന്നതിനുള്ള ഏറ്റവും മികച്ച പ്രവർത്തനമാണിത്. വെള്ളം കുടിച്ച ശേഷം നിങ്ങളുടെ കണ്ണുകൾ സാവധാനം അടച്ച് മറ്റ് ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ നിങ്ങളുടെ ശ്വാസം മാത്രം വളരെ ശാന്തമായി ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസവും പുറത്തേക്ക് വരുന്ന ശ്വാസവും ഉണ്ടാക്കുന്ന ആ മൃദുലമായ ചലനം മാത്രം അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ഒഴുക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞ ഒരു മഹാനിശബ്ദത നിങ്ങളെ കീഴടക്കുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും. മനസ്സ് പൂർണ്ണമായി ശാന്തമായ ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അതാണ് നന്ദി അനുഭവം. ഈ അനന്തമായ ലോകത്തിൽ ആകർഷണ നിയമത്തെ വളരെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരേയൊരു ശക്തിയുള്ള ഉപകരണം നന്ദി അനുഭവം മാത്രമാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹത്തായ മനുഷ്യജീവൻ നിങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ശ്വസിക്കുന്ന ശുദ്ധമായ വായു, സുരക്ഷിതമായി താമസിക്കാൻ അനുവദിക്കുന്ന ഒരു ഇടം എന്നിവയ്ക്കായി പ്രകൃതിയോട് നന്ദി പറയുക. അതുകൂടാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ബന്ധങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ മടിയിൽ കളിക്കുന്ന കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരി, ആ ചെറിയ കുട്ടിയുടെ മികച്ച ആരോഗ്യം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ നല്ല കാര്യത്തിനും പൂർണ്ണ മനസ്സോടെ പ്രപഞ്ചത്തോട് നന്ദി അർപ്പിക്കുക. കുറവുകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ ഇനിയും നിരവധി നന്മകൾ വാരിക്കോരി നൽകാൻ പ്രകൃതി തയ്യാറാകും. നിങ്ങളുടെ വൈബ്രേഷനുകൾ ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്ന നിമിഷം ഇതാണ്. ഒടുവിൽ എല്ലാറ്റിനും മകുടം ചൂടിയതുപോലെ നിൽക്കുന്നത് ആഗ്രഹം സഫലമാക്കൽ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പരിശീലനം എന്ന് വിളിക്കപ്പെടുന്ന അളവറ്റ ശക്തിയുള്ള രീതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടണമെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴമായി ആഗ്രഹിക്കുന്നുവോ അത് ഇതിനകം പൂർണ്ണമായി നേടിയതുപോലെ നിങ്ങളുടെ മനസ്സിൽ സങ്കൽപ്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സോ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും പലരുടെയും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം സൃഷ്ടിക്കുകയും നിങ്ങൾ നടത്തിയ ശ്രമം ഒരു വലിയ വിജയം നേടിയതായും അനുഭവിക്കുക. ആ വിജയം നേടുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷവാനായിരിക്കുമോ ആ
സന്തോഷം ഇപ്പോൾ ഈ അതിരാവിലെ തന്നെ പൂർണ്ണമായി അനുഭവിക്കുക. ഇത് നടക്കാത്ത ഒന്നിനെക്കുറിച്ച് പകൽ സ്വപ്നം കാണുന്നതല്ല, പകരം നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉപബോധമനസ്സിൽ കൊത്തിവെക്കുന്ന ഒരു സൂക്ഷ്മമായ ശാസ്ത്രകലയാണ്. വെറും ഭാവനയിൽ മാത്രം ഒതുക്കാതെ ഒരു ശുദ്ധമായ നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ കൈകളാൽ ആ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതുക. ഞാൻ വിചാരിച്ച ഈ കാര്യം വളരെ മികച്ച രീതിയിൽ നടന്നു കഴിഞ്ഞു. അതിനായി ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ഇന്ന് വർത്തമാനകാലത്തിൽ അത് നടന്നു കഴിഞ്ഞതുപോലെ എഴുതുക. നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ കൈ ഞരമ്പുകളിലൂടെ മഷിയായി ആ കടലാസിൽ പതിയുന്ന സമയത്ത് അത് ഒരു സാധാരണ എഴുത്തായി പതിയുന്നില്ല. അത് നിങ്ങളുടെ വിധിയുടെ ശിലാശാസനമായി പതിയുന്നു. ഈ അതിരാവിലെ സമയത്ത് നിങ്ങളുടെ ഉപബോധമനസ് ഒരു ചലനവുമില്ലാതെ ഒരു ശുദ്ധമായ കണ്ണാടി പോലെ തുറന്നിരിക്കും. ആ സമയത്ത് നിങ്ങൾ വിതയ്ക്കുന്ന ഈ ഉറച്ച ചിന്തകളും എഴുത്തുകളും നേരിട്ട് പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ എത്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗം യാഥാർത്ഥ്യമായി മാറും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സങ്ങളില്ലാതെ ഒരു നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ഈ ലളിതവും എന്നാൽ അതിശക്തവുമായ പരിശീലനം ദിവസവും തുടർച്ചയായി ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അളവിൽ നിങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നത് നേരിട്ട് കാണാൻ സാധിക്കും. അതിനാൽ സുഹൃത്തുക്കളെ, ഇനി പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ നിങ്ങൾക്ക് ഉറക്കം ഉണർന്നാൽ ദേഷ്യപ്പെടരുത്. അയ്യോ, ഉറക്കം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിലപിക്കരുത്. നിങ്ങളെ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളുടെ നെറ്റിക്കണ്ണ് തുറക്കാൻ, നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ പ്രപഞ്ചം നേരിട്ട് വന്ന് നിങ്ങളെ തട്ടിയുണർത്തുന്നു എന്ന് മനസ്സിലാക്കുക. ആ ശാന്തമായ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ അതിരാവിലെ ഉണർന്നിട്ടുണ്ടോ? ഏത് സമയത്താണ് ഉണർന്നത് എന്ന് കമന്റിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പങ്കുവെക്കുക. കൂടുതൽ ആത്മീയവും പ്രപഞ്ച രഹസ്യങ്ങളും അറിയുന്നതിനായി നമ്മുടെ രഹസ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.